എത്രയും പൊടിയുള്ളതിലും ഉണ്ടല്ലോ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഇതിനെ ഇരട്ടി പൊടിയാക്കി എടുക്കാവേ. എത്ര നനച്ചുണ്ടല്ലോ ഒരുമാതിരി കട്ട കെട്ടിക്കടി മിക്സിയിലിട്ട് പൊടിച്ചാലും ഒന്നും അങ്ങോട്ട് ശരിയാകത്തില്ല. ഒരു വലിയ സോഫ്റ്റ് ആയിട്ട് ഒന്നും കിട്ടത്തുമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിക്ക് റൗണ്ടില്, എന്നിട്ട് വെട്ടാനൊരു വശം. ഓ ഇല്ല, കോടാലി എങ്ങും വന്ന് ഉടക്കല്ലേ, സൂക്ഷിച്ചാണേ കോടാലി വന്ന്. മിടുക്കൻ, വെരി ഗുഡ്. കുറച്ചേ എടുത്തുള്ളൂ. ഇതിലിപ്പോൾ അടിപൊളി ചക്ക വേവിച്ചതിൻ്റെ പുറത്തോട്ട് മത്തിക്കറി ചാറിനകത്തിട്ട് കുളിപ്പിച്ച് കഴിക്കണം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞിട്ടല്ലോ, അരിയൊക്കെ വെള്ളത്തിടാൻ മറന്നുപോയി. അപ്പോൾ ശകല അരിപ്പൊടി ഇരിപ്പുണ്ട്. ചേട്ടന് ഈ ഗോതമ്പിൻ്റെ പുട്ട് ഇഷ്ടമല്ല, പിള്ളേർക്ക് ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ചേട്ടന് അരിപ്പുട്ടും ഇതുകൊണ്ട് ഇത്രയും പൊടിയേ ഉള്ളൂ. ഇത്രയും പൊടിയുള്ളതിലും ഉണ്ടല്ലോ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഇതിനെ ഇരട്ടി പൊടിയാക്കി എടുക്കാവേ. നനച്ച് കഴിയുമ്പോഴത്തേക്ക്, വെള്ളം ഒഴിച്ച് നനച്ച് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരിയും പൊടിയേ കാണത്തുള്ളൂ. പക്ഷേ എങ്കിൽ നമ്മൾ അല്ലാതെ ചോറിട്ട് പൊടിച്ചെടുക്കാൻ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇതിനകത്തിട്ട്. ഞാൻ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കുന്നേ ഇല്ല, ചോറ് മാത്രം ഇട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ്. ചോറ് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, പൊടി കുറവായതുകൊണ്ട് കുറച്ച് ചോറിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്, ശകലം പോലും വെള്ളം ചേർക്കത്തില്ല. പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ശരിക്കും ചോറ് മാത്രം ഇട്ട് മതി. നല്ലപോലെ നനഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ പൊടിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കാം. ഇനി നല്ലൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇത് വേണം, അതിനകത്ത് ആദ്യം കിടന്ന പൊടി എന്തെങ്കിലും എല്ലാവരും കണ്ടല്ലേ, കണ്ടോ, അതിൻ്റെ ഇരട്ടി ആയിട്ടുണ്ടേ. ചോറ് കറക്റ്റായിരുന്നു ഇട്ടത്, കണ്ടോ. ഇച്ചിരിയും പൊടിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി. ഇത് കണ്ടോ, ഒരു കാക്കുറ്റി പുട്ടിനുള്ള പൊടി പോലും ഇല്ലായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു കുറ്റിക്ക് മേളിലുണ്ട്. ഇത് നമ്മൾ ചോറിട്ടെടുക്കുമ്പം നല്ലപോലെ ഇത് നനഞ്ഞു എന്നറിയുന്നത് ഇതുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കട്ട പിടിച്ചേക്കുന്നുണ്ടോ, അങ്ങനെയാണ് ഇതിൻ്റെ നനവ് അറിയുന്നത്. ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പം ഇച്ചിരി കൂടെ ഒന്നും കൂടെ ചോറ് ചേർക്കേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ചോറ് കുറച്ച് കൂടിപ്പോകാറുണ്ട്. അതിന് പിന്നെ ഇച്ചിരി കൂടെ പൊടിയിട്ടാണ് എടുക്കുന്നത്. ഇത് പക്ഷേ കറക്റ്റായിട്ട് കിട്ടി. ഇത് ഇച്ചിരി ചോറ് കൂടിപ്പോയിരുന്നെങ്കിൽ പണി പാളിപ്പോയായിരുന്നേനെ, കാരണം വേറെ ശകലം പോലും പൊടി ഇരിപ്പില്ലായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇതെടുത്ത് വെച്ച് ബാക്കി തന്നെ ഗോതമ്പിൻ്റെ പൊടിയാണ്. ഗോതമ്പിൻ്റെ ഇങ്ങനെ തന്നെ കേട്ടോ ഞാൻ ചോറിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ട്. ഇവിടെ പുട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലപോലെ തേങ്ങ ഇടണം. ഇതൊക്കെ ഇല്ലെങ്കിൽ ഇഷ്ടമല്ല. തേങ്ങ നല്ലപോലെ ഇടണം, എന്നാലേ ഇഷ്ടമുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതുണ്ടാവും ഒരു കുട്ടി പുട്ടുണ്ടാക്കി വെച്ച് പിന്നെയും പൊടി മിക്സ് ചെയ്തു കേട്ടോ. നമ്മുടെ ഉണ്ടായിരുന്ന പൊടി എന്ന് പറഞ്ഞാൽ മൊത്തം ഇത്രയേ ഉള്ളായിരുന്നു. ഇത്രയും പൊടിയേ നമ്മുടെ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെയൊക്കെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ഇങ്ങനെ തന്നെയാണ് പൊടി നനയ്ക്കുന്നതും പുട്ടുണ്ടാക്കുന്നതൊക്കെ. പുതുതായിട്ടൊക്കെ വരുന്നവർക്കൊക്കെയാണ് അറിയാൻ പറ്റത്തത്, അവരോട് പറഞ്ഞ കേട്ടോ. ഇത് പക്ഷേ എളുപ്പമാണ്, എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാര്യം പൊടി നനയ്ക്കാൻ എനിക്ക് വലിയ വശമൊന്നും ഇല്ലെന്നേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയത്. എനിക്കൊരാൾ പറഞ്ഞു തന്നെ കേട്ടോ, ഞാൻ പൊടി നനച്ചാൽ എത്ര നനച്ചാലുണ്ടല്ലോ ഒരുമാതിരി കട്ട കെട്ടിക്കടി മിക്സിയിലിട്ട് പൊടിച്ചാലും ഒന്നും അങ്ങോട്ട് ശരിയാകത്തില്ല, ഒരു വലിയ സോഫ്റ്റ് ആയിട്ട് ഒന്നും കിട്ടത്തുമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ നല്ല പഞ്ഞു പോലെ ഇരിക്കും കേട്ടോ. അപ്പം പിന്നെ എന്ന് വെച്ചാൽ കൈക്ക് മെനക്കേടില്ല, പെട്ടെന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നപ്പോഴത്തേക്ക് ഹാപ്പി ആയി ഞാൻ. പിന്നെപ്പോഴുള്ള മടിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രയോജനപ്പെടാൻ വേണ്ടി തന്നാ കേട്ടോ. മടിച്ചീന്ന് ഞാൻ പറയത്തില്ല, കാര്യം ചില കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അങ്ങനെയാണ്, സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാനേ നോക്കത്തുള്ളൂ. കാര്യം ഒത്തിരി കിടന്ന് സമയം എത്ര കൂടെ വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ കരുതി മതി, മടിയായിട്ടൊന്നും കരുതുന്നുണ്ട്. രാവിലെ തന്നെ തുടങ്ങി നല്ല ചൂട് തുടങ്ങി. രാവിലെ കുളിച്ചാൽ പോലും ഉടലങ്ങ് നനഞ്ഞ് കുതിരുവാണ് ചെയ്യുന്നത്.
അപ്പൊ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് പുട്ടും പഴവും പപ്പടമാണ്. പപ്പടം കേട്ടോ എണ്ണ ഇപ്പൊ അവരിങ്ങ് എത്തും. അവര് അപ്പൂപ്പൻ്റെ എടുത്തോട്ട് പോയതാ. ഇതിനെ കൊച്ചി ചെയ്തിരിക്കുന്നത്. ഞാൻ എനിക്കിടുന്ന വീഡിയോക്കൊക്കെ കമന്റ് ഇടാൻ ഞാൻ താമസിക്കുന്നുണ്ട്. ഞാൻ കമന്റ് ഇടാവേ. കാര്യം കിട്ടുന്ന സമയം എല്ലാവരും വീഡിയോസ് കണ്ടു തീർക്കാനാണ് നോക്കുന്നത്. ബാക്കി കമന്റ് ഒക്കെ ഞാൻ ഇടാം. കമന്റ് ഒക്കെ സാധാരണ അതിനെ തെറ്റില്ലെങ്കിൽ ഞാൻ ഇതിലൂടെ കമന്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ ഇങ്ങോട്ടല്ലോ കമന്റ് ഒക്കെ നോക്കാനായിട്ട് സമയം കിട്ടിയില്ല. ഞാൻ ഇന്ന് മുതൽ എല്ലാം ഒന്ന് ഓർഡർ ആക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്തോളാം കേട്ടോ. കമന്റ് ഇടുന്നതിന് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും കമന്റ് ഇടാതിരിക്കില്ല. ഞാൻ ഉറപ്പായിട്ടും കമന്റിനൊക്കെ റിപ്ലൈ തരും. നമ്മളൊന്ന് തിരക്കായി പോയെങ്കിലുണ്ടല്ലോ പിന്നെ മൊത്തം ഒന്ന് കുളമായി പോകുന്നതോ കേട്ടോ. രാവിലെ തന്നെ വേർത്ത് കുളിച്ച് നമ്മുടെ പുട്ടൊക്കെ റെഡി ആട്ടെ. ആവി വരുന്നതേ ഉള്ളൂ. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ചൂട്. എന്റെ ദൈവമേ മടുത്ത് കേട്ടോ. ഷോളൊക്കെ കൊണ്ടേ മാറ്റിയിട്ട് എനിക്ക് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. അപ്പൊ നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നു കേട്ടോ. ഇനി നമുക്കിത് എടുക്കാവേ. ഇവിടെ ഈ പുട്ടിന്റെ കൂടെ ആർക്കും കറി ഇഷ്ടമല്ല കേട്ടോ. എനിക്കിഷ്ടമാണ്. എനിക്ക് ബീഫ് കറി ഭയങ്കര ഇഷ്ടം. ബീഫ് കറി ഇഷ്ടം, മുട്ടക്കറിയൊക്കെ പുട്ടിൻ്റെ കൂടെ ഇഷ്ടം, കടലക്കറി ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ഇവർക്ക് ആർക്കും പുട്ടിൻ്റെ കൂടെ കണ്ണന് ഇഷ്ടമാണ്. പുട്ടിൻ്റെ കൂടെ ബീഫോ ചിക്കനോ ഒക്കെ വെച്ച കണ്ണന് ഇഷ്ടമാണ്. പക്ഷെ ചേട്ടനും അച്ഛനും ഒന്നും ഇഷ്ടം. അവർക്കെല്ലാം പഴമാണ് ഇഷ്ടം. പഴവും പപ്പടവും പിന്നെ പഞ്ചസാരയും. അതുകൊണ്ട് ഞാൻ കറിയൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വെക്കത്തില്ല. പിന്നെ ചിക്കനോ ബീഫോ ഒക്കെ കറി ഇരിപ്പുണ്ടെങ്കിൽ കണ്ണന് കൊടുക്കും. തലേദിവസം വെച്ചതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ. പക്ഷെ ഇന്നത്തെ ചിക്കൻ കറി ഇരിപ്പില്ല. തീരുമാനത്തിൽ വൈകിട്ടും കണ്ണനൊക്കെ ചപ്പാത്തി ഒക്കെ കഴിച്ചു. കാരണം ഇന്നലെ ചോറ് ഉണ്ടിട്ടേ ഇല്ല. വെളുപ്പിന് എണീറ്റാൽ പോലും ഉണ്ടല്ലോ ഭയങ്കര ചൂടാണ്. ഞാൻ ഈ ജനൽ തുറന്നിട്ടിട്ടില്ല. അതെനിക്ക് ഇത്രയും ചൂട്, ഭയങ്കര ചൂട് അടുക്കളയിൽ. ജനൽ തുറന്നെങ്കിൽ വെളിയിൽ നിന്നുള്ളൊരു ചെറിയ തണുപ്പ് രാവിലെ കിട്ടും. ഉച്ചയ്ക്കായാൽ ഭയങ്കര ചൂടാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ പപ്പടമൊക്കെ കാച്ചി കഴിഞ്ഞ് പുട്ടും കൂടെ ഉണ്ടാക്കിയാൽ അവരത്തേക്ക് കൊടുക്കാം. ശക്കലം മത്സരം പോലെ പപ്പടവും പഴം ശരിക്കും അങ്ങോട്ട് പഴുത്തതുകൊണ്ട് പഴുക്കാത്തതുണ്ട്. പഴുത്തത് നോക്കിത്തരാം. ഇതൊക്കെ പഴുത്ത ചെറു നല്ലപോലെ പഴുത്ത കേട്ടോ. ഇപ്പം ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. പപ്പടവും പുട്ടും ഒക്കെയാണ്. ഗോതമ്പുട്ട് ഞങ്ങൾ കഴിക്കട്ടെ. നമ്മുടെ കിളിക്കൂടിനകത്ത് 2 കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരെണ്ണമേ കാണുന്നുള്ളതേ. ഒരെണ്ണം എവിടെ പോയെന്ന് അറിയത്തില്ല. ഇവിടെ ഞാൻ കിടപ്പൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര വായ്പ തന്നെയാണ്. ഭയങ്കര വല്ലതും വന്ന് എടുത്തായിരിക്കും, അല്ലാതെ അത് പോകാൻ വഴിയില്ല. മണിമ എടുത്തുനിന്ന് ഇപ്പം രാവിലെ പോയപ്പോൾ ചക്ക കൊണ്ടുവന്നാണേ. അയ്യോ നീ അരക്ക് വീഴട്ടെ. നല്ലപോലെ വിളഞ്ഞൊക്കെ വറക്കാൻ കൊള്ളൂ. ഒത്തിരി വിളഞ്ഞൊക്കെ വറക്കാൻ കൊള്ളത്തില്ല, മൂക്കത്തില്ല. അരക്ക് കണ്ടിട്ട് നല്ലപോലെ വിളഞ്ഞാന്ന് തോന്നുന്നു. ചക്ക വെട്ടാൻ നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണേട്ടൻ. കോടാലിയൊക്കെ നനച്ച് നല്ലപോലെ വെട്ടിക്കണമല്ലേ. ജയചേച്ചി അടുത്ത വീഡിയോ പറയും, കണ്ണാ ഇങ്ങനെയൊന്നും അല്ല ചക്ക വെട്ടണമെന്ന് പറയും. ജയചേച്ചി നല്ല അടിപൊളിയായിട്ട് ചക്ക വെട്ടിപ്പെറുക്കി എടുക്കുന്നത്. ആ ന്യൂസ് പേപ്പർ കൊണ്ട് അരക്കങ്ങ് തുറക്കട്ടെ. ആദ്യമേ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിക്ക് റൗണ്ടിൽ, എന്നിട്ട് വെട്ടാനൊരു വശം. കണ്ണൻ ആദ്യമായിട്ട് ചക്ക വെട്ടുവാണേ. ഇനി ഒറ്റ വെട്ടങ്ങ് വെട്ടണം. ഇല്ല, കോടാലി എങ്ങും വന്ന് ഉടക്കല്ലേ. സൂക്ഷിച്ചാണേ കോടാലി വന്ന്. മിടുക്കൻ, വെരി ഗുഡ്. ഇനി നീളത്തിലും കൂടെ വെട്ട്. മിടുക്കനാണല്ലോ. ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും അല്ലല്ലോ.
നല്ലല്ലേ വിള ചക്ക തൊടുമ്പോഴേ അത് മറ്റേത് മുറിക്കടാ. ഇത് വറക്കാൻ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലപോലെ വിളഞ്ഞാക്കിയ മണിയമ്മ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ വറക്കാൻ പറ്റുമെന്ന് ചോദിക്കട്ടെ. ചുളയ്ക്ക് നല്ല കട്ടിയും ഉണ്ടെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, ഇങ്ങനെ തിരിച്ചാൽ മതി. നേരം മണ്ണ് പറ്റല്ലേ ചക്കയിൽ. മതി മതി മതി. ഇനി ഞാൻ വെട്ടിയെടുത്തോളാം. മണിയമ്മ ഒന്ന് വിളിക്കട്ടെ. ചക്ക വേവിക്കാൻ ആണോ നല്ലത് വറക്കാനോ? ചുള വേണോടാ അതിന്? ചക്ക വെട്ടി കഴിയുമ്പോണ്ടല്ലോ അതിൽ നിന്നൊരു ചോൾ അന്നേരം എടുത്ത് തിന്നാൻ നല്ല പ്രത്യേക സുഖം. നല്ലപോലെ വിളഞ്ഞാക്കിയ ചക്കയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ചക്ക കുറച്ച് വേവിക്കാൻ എടുത്തു. പിന്നെ ബാക്കി വറക്കാന്ന് വെച്ചത് കണ്ടോ ഇങ്ങനെ ഷേപ്പിലാണ് അരിഞ്ഞത്. അപ്പം ഇതിൻ്റെ ഇവിടത്തെയും കൂടെ അരിഞ്ഞ് എടുത്തേക്കുന്നതാണ് ഇത് വേവിക്കാനായിട്ട്. പിന്നെ കുറച്ച് ചതഞ്ഞ് ചുളയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വേവിക്കാനായിട്ട്. മൊത്തം ഇത്രയേ ഉള്ളൂ വറക്കാനായിട്ട്. ചെറിയ കാണുള്ളൂ വറുത്ത് കഴിയുമ്പം. അപ്പം ഇത് വേവിക്കാനായിട്ട് വെക്കട്ടെ. ചക്ക വേവിക്കാനുള്ളതെല്ലാം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തി കൊണ്ടുവന്നിട്ടുണ്ടേ. മത്തി അപ്പം ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നത്. പിന്നെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് എടുത്താൽ മതിയായിരുന്നു. അതെല്ലാം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മത്തി കറി വെക്കാനായിട്ട് തുടങ്ങണം. അപ്പോൾ ചക്കയും മത്തിക്കറി, പിന്നെ കുറച്ച് വറക്കാനും എടുക്കുന്നുണ്ട്. പിന്നെ അയല വറക്കാനുണ്ട്. പിന്നെ കോവയ്ക്ക അരച്ചു അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊച്ചു കച്ചടിക്കകത്ത് മീൻ കറി വെക്കുന്നുള്ളേ. സാധാരണ നമ്മുടെ മുളക് കറിയാണേ. ചക്കയൊക്കെ വേവിക്കുമ്പോഴത്തേക്ക് ആ സാധാ മുളക് കറിയില്ലേ ടേസ്റ്റ്. വെളുത്തുള്ളിയും കടുകും എല്ലാം നല്ലപോലെ മൂത്ത് കേട്ടോ. ഇനി അതിലേക്ക് ഇത് കാണുമ്പോൾ എല്ലാവരും പറയും ഭയങ്കരമായിട്ട് എണ്ണ എടുക്കുന്നുണ്ടെന്ന്. എന്നെ അറിയത്തില്ലെന്നേ, മീൻ കറിക്കൊക്കെ ഇച്ചിരി എണ്ണ നല്ലപോലെ ഇല്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ലെന്നേ. ഇവിടെ ഇവർക്ക് കറിക്കാണേലും നല്ല രുചി ഇല്ലെങ്കിൽ അവരെന്നെ ശരിയാക്കും. എരിവ് ഒരുപാട് വേണ്ട അവർക്ക്. ഇത് നമ്മുടെ പഴയ പുളിയാണ് ഇടുന്നത്. അത് നല്ല പുളിയാണ്, ഒരു കഷ്ണം ഇട്ടാൽ മതി. ഇതുണ്ട് കഴിഞ്ഞ ദിവസം എനിക്കിത് വീഡിയോ കാണിച്ചെന്ന് തോന്നും. ആനക്കുട്ടിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ടെന്നാണ്. ഇത് നല്ല പുളിയാട്ടോ, ഒരു ശകലം ഇട്ടാൽ മതി, ഭയങ്കര പുളിയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ചേട്ടൻ ആനക്കൂട്ടിൽ ഓട്ടം പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ടെന്നാണ്. ഞങ്ങൾ നേരത്തെ അവിടെ ആനക്കൂട് കാണാൻ പോകുമായിരുന്നു. കാണാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഒത്തിരി നാളായി പോവുകയൊക്കെ ചെയ്തിട്ട്. കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് ചോദിച്ചു പുളി വേണമെന്ന് ചോദിച്ചു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനെടുത്ത് അവിടെ വല്ലപ്പോഴൊക്കെ അല്ലേ പോകുന്നുള്ളൂ, അപ്പം കിട്ടുവാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പുളി മേടിച്ചുകൊണ്ട് വന്നു. ഇതുവരെ ഞാൻ മറ്റേതിലൂടെ പൊട്ടിച്ചിട്ടിട്ടില്ല, അത് തീർന്നിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു. കോന്നി ആനക്കുട്ടിന്ന് നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ തിളച്ച് വരുന്ന കേട്ടോ. ഞാൻ രണ്ടായിട്ട് മുറിച്ചാണ് മീനിട്ടത്. ചിലത് വലുതും ചിലത് ചെറുതും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പല ഇത് വരും. എനിക്ക് ഈ മത്തി മുറിച്ചിടുന്ന വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേങ്കിൽ പിന്നെ നമ്മുടെ കറിച്ചട്ടി കുഞ്ഞ് ചട്ടിയുമാണ്. ചിലത് വലുതും ചിലത് ചെറുതായിട്ട് കിടക്കും. അപ്പം മുറിച്ചിടാമെങ്കിൽ എല്ലാം ഒരുപോലെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ച്.
എന്നാ പറഞ്ഞാൽ ഈ മത്തിയൊക്കെ ഉണ്ടല്ലോ, മുളക് ചേർത്തുള്ള കറി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വരുന്നു ഞാൻ കൈ ഒന്ന് കഴിട്ടോട്ടെ. കറി എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ ഇങ്ങനത്തെ കറി കൂട്ടി ഒന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചി തന്നെയാണ്. നമ്മുടെ മീൻകറി ഇടുന്നു സെറ്റായിട്ട് ഒരു ശകല ഉലുവാപ്പൊടിയും കൂടെ ചേർത്തേക്കാം. മറ്റേ അതിനെ കടുക് വറുക്കുമ്പോഴത്തേക്ക് ഉലുവ ചേർക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഉലുവ തപ്പിയിട്ട് കണ്ടില്ല. നീ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട്, അതിനി എപ്പോഴേലും തപ്പിയെടുക്കണം. അതിലേക്ക് അന്നേരം പൈപ്പ് ശരിക്കും പൊട്ടിയില്ല, പൈപ്പിനകത്ത് സൗണ്ട് കേൾക്കുന്നു. അതിന് ഉലുവ എന്നാലും ചില പൊടിച്ച് വെച്ചാണ്, അത് ഇച്ചിരി ചേർക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കഴിയട്ടെ. ഇവിടെ കോവയ്ക്കാൻ മെഴുക്ക് പുരട്ടി, ഇന്നും കോവയ്ക്കാൻ മെഴുക്ക് പുരട്ടി കേട്ടോ. ഇന്നലെയും കോവയ്ക്കാൻ മെഴുക്ക് പുരട്ടി വന്നപ്പോൾ എല്ലാവരും ചിന്തിക്കും, ഇന്നും കോവയ്ക്കാൻ മെഴുക്ക് പുരട്ടിയാണ്. അപ്പം പിന്നെ മീൻ വറുത്തത്, വെള്ളിയൊക്കെ വീഴുന്നു, സ്വർണ്ണം വീഴുന്ന വേണ്ടില്ല, അത് വെള്ളിയെ വീഴുന്നുള്ളൂ. മീൻ വറുക്കാൻ ഇട്ടേക്കുന്നു. പിന്നെ നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചക്ക ഉപ്പേരി കൂടെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചേ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് നല്ലൊരു വിളഞ്ഞതാണ്, ചിലപ്പോൾ മതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എണ്ണ നല്ലപോലെ ചൂടായിരുന്നു നോക്കട്ടെ. ഞാൻ ഈ ചക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് എണ്ണ നല്ലപോലെ ചൂടായി. ഇതിനകത്ത് ഉപ്പ് ചേർത്താണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ ആ സൗണ്ട് ഉപ്പ് ചേർക്കുന്നുണ്ടാണ് നമുക്ക് സംഭവം. കുറച്ചുകൂടെ ഇടാറുന്നല്ലേ, ഞാൻ ഇച്ചിരി ഇടാൻ പറ്റത്തുള്ളൂ നോക്കുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ. ഇതിനിപ്പം മൂത്ത് വരട്ടെ, എന്നിട്ട് ബാക്കിയിടാം. ഇവിടെ അച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ ചക്ക ഉപ്പേരി. മണിയമ്മയെ കൊണ്ട് അച്ചു ഒരുപാട് ഉണ്ടാക്കിച്ചിട്ടുണ്ട് ചക്ക ഉപ്പേരി. ചീരപ്പൂവുകൾ ഉമ്മ കൊടുക്കണം നിലക്കുരുവികളേ, അത് പെറുക്കി തിന്നാ ഇല്ല കേട്ടോ, വേറെ വറക്കണ്ടേ. ഞാൻ വറക്കുന്നൊക്കെ നിർത്തും പറഞ്ഞേക്കാം. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ വറക്കോടൊക്കെ ചെയ്യുമ്പോഴല്ലോ ഭയങ്കര ചൂടാണ്. എനിക്കുണ്ടല്ലോ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് വേണം, അവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഉണ്ടാക്കി കൊടുത്തില്ലേ മനസ്സിന് വിഷമാമി. അച്ഛൻ പറയും, അവള് പറയുന്നൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ ചുമ്മാ അതാട്ടോ. ഞാൻ ഇവർക്ക് 2 പേർക്ക് വരെ അവരുടെ ഇഷ്ടത്തിന്, ചേട്ടനാണേലും അതെ, ഇപ്പം എന്തെങ്കിലും ഒരു കറി വെക്കാൻ പറയുന്നു. അത് ചിലപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കറി ആയിരിക്കും, പക്ഷെ ഞാൻ വെച്ച് കൊടുക്കും. കാര്യം അവരുടെയൊക്കെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. മീൻ പിടിക്കുന്നു. ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല സുഖിച്ച കാറ്റ് കിട്ടിയിട്ട് മഴയായി കഴിഞ്ഞുണ്ടല്ലോ ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ കൊള്ളത്തില്ല കേട്ടോ. ചക്കയ്ക്കകത്തെല്ലാം വെള്ളം കയറി, പിന്നെ അത് മൂക്കത്തും ഇല്ല. ഒത്തിരി എണ്ണയും വേണം മൂപ്പിക്കാനായിട്ട്. ഈ ഉണക്ക സമയത്താണ് ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ നല്ലത്. കുളിക്കുക ചില സോപ്പ് കൂടെ തെച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതുപോലെ വേർത്ത് കുളിക്കുന്നുണ്ട്.
ഗ്യാസിന്റെ ഇടപാട് തെറ്റും ഇനി ഉപ്പേരിയൊക്കെ വറക്കുമ്പോഴത്തേക്ക്. ചക്കയ്ക്ക് ചതച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഞാനൊന്ന് ചേർക്കട്ടെ. ഇനി അതെല്ലാം ഒന്ന് ചേർത്തെടുക്കട്ടെ. അപ്പം ഇത് മൂക്കട്ടെ ഇവിടെ കിടന്ന് അതെല്ലാം കഴിഞ്ഞ് തരാവേ. ആദ്യത്തെ ട്രിപ്പ് ചക്കയുപ്പേരി മൂത്തേ, അത് കോരി എടുക്കുവാണേ. ചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെ കാ വറുത്തത്, പിന്നെ ഇങ്ങനെ ചക്ക ഉപ്പേരി ഇതൊക്കെ എപ്പോഴും അമ്മയ്ക്ക് വയ്യതൊക്കെ അതിന് മുമ്പ് ഞാൻ വന്ന സമയത്തൊക്കെ അമ്മ ഇങ്ങനെ വറുത്ത് അനിയനാ കൂടെ കൂടുന്ന അമ്മയുടെ കൂടെ അതൊക്കെ ചെയ്യാനും എല്ലാം. ഞങ്ങളുടെ ഇവിടെ ഈ പെര വെച്ചേക്കുന്നിടത്ത് ഒരു പ്ലാവ് ഉണ്ടായിരുന്നേ, പ്ലാവേലെ ചക്ക വറുക്കാൻ നല്ലതായിരുന്നു. ഞാൻ ഇതും ഉപ്പ് പുരട്ടി വെച്ചേക്കുന്നതാണ്, മീനൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇത് കണ്ടോ, ഞാൻ എന്നെ ഉണ്ടാക്കി വെച്ചാൽ ആദ്യം വന്നാൽ ചൂട് വെച്ച് വാ പൊള്ളും കേട്ടോ. കൊള്ളോ, മുരുമുരാന്നാണ് ഇരിക്കുന്നത്. ഇന്ന് കടിച്ച് സൗണ്ട് കേൾപ്പിച്ചേ. കേട്ടോ താഴെക്കളത് മതി. ഇനി എല്ലാവരും കൂടെ ഒന്നിച്ചെടുക്കാം. ആകെപ്പാടെ ഇച്ചിരേ ഉള്ളൂ. കണ്ടോ പെറുക്കി എടുത്തുകൊണ്ട് പോകുന്ന പോക്ക് കണ്ടോ. ആ പിന്നെ ആ അച്ചുവിന് 3 എണ്ണം. കൈ പൊള്ളു ആ പാത്രത്തിലൊക്കെ പിടിച്ച് മതി പോ. ചക്ക വേവിച്ച് ഇത് കുഴച്ചേ നമ്മുടെ ആദ്യത്തെ ഉപ്പേരി വറുത്തെടുത്തത് നല്ലപോലെ മുരുമുരാന്നിരിക്കുന്ന കേട്ടോ. കേട്ടോ സൗണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്ത് വറുക്കാനിട്ടു, പിന്നെ മത്തി വറുക്കാനിട്ടു. നമ്മുടെ ചക്ക വേവിച്ചതിൻ്റെ കൂടെ അടിപൊളി മത്തിക്കറി കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. നല്ല മത്തിക്കറി ചക്ക വേവിച്ചായിട്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. മീൻ വറുത്ത കൂടെ കൊണ്ടുപോയി. നല്ല അടിപൊളി ചക്ക വേവിച്ചതിൻ്റെ പുറത്തോട്ട് മത്തിക്കറി ചാറിനകത്തിട്ട് കുളിപ്പിച്ച് കഴിക്കണം. ഇങ്ങനെ വേണം. അതറിയാം, സോപ്പും കൂടി ഇട്ട് നിനക്ക് തരാടാ കേട്ടോ. ചാറിനകത്തിട്ട് കുളിപ്പിക്കണം എന്നപ്പം പറ, സോപ്പും കൂടെ ഇടണം. കറി എടുക്കടാ. കണ്ണേ ചെറിയ ജലദോഷപ്പനി. ഇന്നത്തെ ജോലി ഉച്ച വരെയുള്ളതൊക്കെ ഉള്ളൂ കേട്ടോ. അതൊക്കെ എടുത്തു, എല്ലാം കഴിഞ്ഞു. ഉപ്പേരിയൊക്കെ വറുത്ത് കഴിഞ്ഞു, എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണം. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.